ടീച്ചർ പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആണോ? നമ്മള് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, റൂറൽ എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? റൂറൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമങ്ങൾ അല്ലെ? അപ്പൊ റൂറൽ ഏരിയ എന്ന ഗ്രാമം. അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഗ്രാമ വികസനം, ഗ്രാമങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ എന്തായിരിക്കാം ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്? മെയിനായിട്ട് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് അടുത്ത ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിന് മനസ്സിലാവുന്നതെന്ന് പറയാം. അപ്പൊ ഈ ചിത്രം എല്ലാവർക്കും കാണുന്നില്ലേ? ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് എന്തിന്റെ ചിത്രങ്ങളായിരിക്കും? എന്ത് ഭൂപ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്? എന്താ തരത്തിലുള്ള ഒരു സ്ഥലമായിരിക്കും ഇത്? ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടെ കൊടുത്ത് നിറച്ച് വയലുകളും പിന്നെ ചെറിയ ചെറിയ കൂരകൾ അല്ലെ, ഓലമേഞ്ഞികൾ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ ഒരുപാട് മരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, ചെറിയ ചെറിയ റോഡുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, ഒരുപാട് നല്ല പച്ചപ്പ് നിറഞ്ഞതായിരിക്കും, ഒരുപാട് കൃഷിയിടങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അല്ലെ? ഓക്കെ, ഇനി ടീച്ചർ അടുത്ത സ്ലൈഡ് കാണിച്ചു തരാം. ആ ചിത്രങ്ങൾ എന്തിനാ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? സിറ്റി, വെരി ഗുഡ്. അതായത് നഗരങ്ങള് അല്ലെ? ഇപ്പൊ ഈ നഗരങ്ങൾ, ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാ കാണാൻ സാധിക്കുന്നത്? പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? പിന്നെ ഒരുപാട് ലൈറ്റ്, ഭയങ്കര ടെക്നോളജിക്കലായിട്ട് ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ? പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരുപാട് ബിൽഡിങ്ങുകൾ, എന്താ പറയാ, മൊത്തത്തിലൊരു ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ പോലെ നമുക്ക് സിറ്റികൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങള് ഗ്രാമപ്രദേശങ്ങളുടെ ആയിരുന്നു, ഇപ്പൊ കണ്ടത് നഗരങ്ങളുടെ ആയിരുന്നു അല്ലെ? ഈ ഗ്രാമങ്ങളിലെ ജനജീവിതവും നഗരങ്ങളിലെ ജനജീവിതവും എങ്ങനെയായിരിക്കും വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവുക? ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൃഷിയായിരിക്കും അല്ലെ? പക്ഷേ നമ്മള് പട്ടണങ്ങളിൽ എടുക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖല ഏതായിരിക്കും? വ്യവസായശാലകളിൽ അല്ലെങ്കിൽ ഒരുപാട് പുതിയ തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള രീതിയിലുള്ള ജോലികളോ അല്ലെങ്കിൽ വ്യവസായങ്ങളോ, ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? IT മേഖല, അതുപോലെ തന്നെ വ്യവസായ മേഖല, ഇൻഡസ്ട്രി സെക്ടേഴ്സിൽ, ഇവിടെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ജനങ്ങൾ കൂടുതലായിട്ടും തൊഴിൽ ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ പവേർട്ടി എന്ന് പറഞ്ഞൊരു പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ പവേർട്ടി എന്ന് പറയുന്ന ആ പാഠത്തിൽ നമ്മൾ പഠിച്ചു, ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് എന്ത്? പവേർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലാണോ അല്ലെങ്കിൽ പട്ടണങ്ങളിലാണോ കൂടുതൽ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? അതായത് ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ ദാരിദ്ര്യം കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും അല്ലെ? ഇപ്പൊ നമ്മുടെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്യാധുനികമായിട്ടുള്ള റോഡുകളൊക്കെയാണ് അല്ലെ? ഇതുപോലത്തെ റോഡുകളാണോ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുക? അല്ല അല്ലെ? ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ റോഡുകളോ അല്ലെങ്കിൽ എന്താ പറയാ, ഇത്രയ്ക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡുകളോ ഒന്നുമല്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴില് കൃഷിയൊക്കെയാണ്. കുറെ വീടുകളിലൊക്കെ എന്താ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മൾ പട്ടണങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ നമുക്ക് അവിടെ ലഭിക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് സാങ്കേതികപരമായിട്ട് അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ട് ഒരുപാട് മുന്നേറിയതാണ് എന്റെ പട്ടണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആണെന്ന് നമുക്ക് ഇപ്പൊ പറയാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആയത്? നഗരങ്ങളിലും മാത്രം ഒരുപാട് വികസനങ്ങൾ ഉണ്ടായാല് ആ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല അല്ലെ? അതായത് ഗ്രാമപ്രദേശങ്ങളിലും കൂടി വികസനങ്ങൾ നടക്കണം എങ്കിൽ മാത്രമാണ്, ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും കൂടി വികസനങ്ങൾ നടന്നാൽ മാത്രമാണ് ആ ഒരു രാജ്യം എന്തെന്ന് പറയാൻ സാധിക്കുള്ളൂ, നമുക്ക് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രാമങ്ങളുടെ വികസനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ?
നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്, അല്ലെങ്കിൽ ഏത് രാജ്യം ആയിക്കോട്ടെ. അപ്പൊ ഗ്രാമവികസനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെയും കൂടി വികസനങ്ങൾ വന്നാൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രാമവികസനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമവികസനത്തിന് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? കാർഷിക മേഖലയിലാണ് കൂടുതലായിട്ടും പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മള് എന്താ പറയാ, വികസനങ്ങൾ നടക്കുമ്പോൾ കാർഷിക മേഖലയിലും ഒരുപാട് വികസനങ്ങൾ നടക്കണം. അവിടുത്തെ ഉത്പാദനക്ഷമത കൂട്ടണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് ദാരിദ്ര്യം കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുവഴിയായിട്ട് നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിക്കും. അപ്പോൾ നമ്മുടെ ഗ്രാമീണ വികസനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് റൂറൽ ഡെവലപ്മെന്റ്? ഏതൊക്കെ മേഖലകളിലാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്? എവിടെയൊക്കെയാണ് നമുക്ക് വികസനങ്ങൾ വേണ്ടത്? കൂടുതലായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും റൂറൽ ഡെവലപ്മെന്റിന്റെ പ്രാധാന്യവും, അതുപോലെ തന്നെ എന്തിനാണ് റൂറൽ ഡെവലപ്മെന്റ് നടപ്പിലാക്കുന്നത്, ഗ്രാമങ്ങളുടെ വികസനം എന്തിനാണ് നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികൾ, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം നമുക്ക് എന്താണ് റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so rural development focuses on action for the development of areas that are lagging behind in overall development of the village economy. അപ്പോൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ളൊരു ടേം ആണ് അല്ലെ. നമ്മുടെ അതായത് ഗ്രാമങ്ങളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ചില ഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും റൂറൽ ഡെവലപ്മെന്റ് പ്രവർത്തിക്കുന്നത്. കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്താണ്? നമ്മുടെ ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന്, ഗ്രാമങ്ങളുടെ സമ്പദ്ഘടനയുടെ സമഗ്ര വികസനത്തിനാണ് ഗ്രാമവികസനം അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റ് കൂടുതലായിട്ട് ഊന്നൽ നൽകുന്നത്. റൂറൽ ഡെവലപ്മെന്റ് കവേഴ്സ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ടും ഉൾപ്പെടുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. അതായത് കാർഷികേതര മേഖലയും കൂടിയും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാ എന്നതും കൂടിയും റൂറൽ ഡെവലപ്മെന്റിൽ ഉണ്ട്. കാരണം എന്താണ്? ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും കാർഷിക വൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതും കൂടി കവർ ചെയ്യുന്നുണ്ട് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് മേഖലകളില് വികസനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെട്ടതാണ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, കീ ഇഷ്യൂസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രാമവികസനം ഏതൊക്കെ മേഖലകളിലാണ്? ചില മേഖലകളെ കുറിച്ചുകൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റൂറൽ ഡെവലപ്മെന്റ് അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ഓൾ ആസ്പെക്ട്സ് ഓഫ് റൂറൽ ലൈഫ്. അതായത് ഗ്രാമങ്ങളിലെ ജനജീവിതത്തിലെ എല്ലാ മേഖലകളും ഇംപ്രൂവ് ചെയ്യാനാണ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂട്ടുക, അതായത് താഴ്ന്നു നിൽക്കുന്നതിനും കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് റൂറൽ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ടും ട്രൈ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. സം ഓഫ് ദീസ് ഏരിയാസ് വിച്ച് ആർ ചാലഞ്ചിങ്. ഈ ഏരിയാസ് എന്ന് പറഞ്ഞാൽ വളരെ ചാലഞ്ചിങ് ആണ്, വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ആൻഡ് നീഡ് അറ്റൻഷൻസ് ഫോർ ഡെവലപ്മെന്റ് ഇൻ റൂറൽ ഏരിയ. അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ കൂടുതൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളവിടെ കൂടുതൽ ശ്രദ്ധയും അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധയും അറ്റൻഷനും നമ്മളവിടെ കൊടുക്കണം. അത് അങ്ങനത്തെ ഏരിയകൾ എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ്, വെല്ലുവിളികൾ നിറഞ്ഞ മേഖലകളാണ് അവ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഏതൊക്കെ മേഖലകളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, മാനുഷിക വിഭവങ്ങൾ, അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട്. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുൻപുള്ള നമ്മുടെ ഇക്കോണമി എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ പറയുന്നത് ലാൻഡ് റിഫോംസ് ഒക്കെ അല്ലെ, അതായത് ഭൂപരിഷ്കരണം. അപ്പൊ അവിടെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. കാർഷിക മേഖലയില് ഇന്റർമീഡിയറീസ് ഉണ്ടായിരുന്നു, അവിടെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിരുന്നു. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡെവലപ്മെന്റ്. ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തണം കൂടി, അവിടെ വികസനങ്ങൾ വരണമെന്നാണ് ഒരു മേഖലയിൽ പ്രതിപാദിക്കുന്നത്. അലിവേഷൻ ഓഫ് പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതിലും ദാരിദ്ര്യം കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ കൂടി നമ്മൾ ഡെവലപ്മെന്റ് റൂറൽ ഏരിയാസിലുള്ള പവർട്ടി നമുക്ക് കുറയ്ക്കാനായിട്ടുള്ള
ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളും കൂടി കൊണ്ടുവരണം. ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. പ്രൊഡക്റ്റീവ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ തന്നെ ഉൽപാദനക്ഷമത കൂട്ടാൻ, ചില തൊഴിലവസരങ്ങൾ കൂട്ടാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പൊ അങ്ങനത്തെ മേഖലയിലുള്ള ഡെവലപ്മെന്റ് കൂടിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മേഖലകൾ ഇവിടെ പറയുന്നത്? ഡെവലപ്മെന്റ് ഓഫ് human resources, land reform, development of infrastructure, elimination of poverty, development of productive resources. സോ അപ്പൊ ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട കീ ഇഷ്യൂസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരേണ്ട മേഖലകളൊക്കെയാണ് ഇത്. ഇനി നമുക്ക് ഓരോന്നിലും ഓരോ മേഖലകളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് മാനുഷികപരമായിട്ടുള്ള വിഭവങ്ങളിൽ എന്തൊക്കെ മാറ്റം ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുന്നത്? മെയിൻ ആയിട്ട് പറയുന്നത് ലിറ്ററസി, സാക്ഷരത. അവിടെ എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? എസ്പെഷ്യലി ഫീമെയിൽ ലിറ്ററസി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലേ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ ഇപ്പൊ എന്താണ് നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ട്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തുടങ്ങുന്ന സമയത്തൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് അറിയില്ലായിരുന്നു. എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മുടെ പെൺകുട്ടികൾ ഒരുപാട് വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളാണ് ഇന്ന് വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഇന്ന് എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പ്രത്യേകിച്ച് ഫീമെയിൽസ്. ഓക്കെ, അപ്പോ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൂടണം. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, അതായത് തൊഴിൽ നൈപുണ്യം, അതായത് എന്തെങ്കിലും എന്താ പറയുക തൊഴിൽപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കരുത്. കൂടുതലായിട്ടും വിദ്യാഭ്യാസം, സ്ത്രീ സാക്ഷരതയാണ് മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത്, ആരോഗ്യം, അഡ്രസ്സിംഗ് സാനിറ്റേഷൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, ശുചിത്വം, അതുപോലെ തന്നെ എന്താ പറയുക പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പൊതുജനാരോഗ്യം എന്നിവയിലുള്ള മേഖലകളിലുള്ള വികസനങ്ങൾ. ഹെൽത്തും ലിറ്ററസിയും മേഖലകളിലുള്ള വികസനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ലിറ്ററസിയിലാണെങ്കിൽ ഫീമെയിൽ ലിറ്ററസിക്കാണ് അവിടെ കുറച്ചുകൂടി സ്ത്രീ സാക്ഷരത ഇമ്പ്രൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഈ രണ്ട് മാനവ വിഭവങ്ങളുടെ ഇവ ഉൾക്കൊള്ളുന്ന മാനവ വിഭവങ്ങൾ, അതായത് ഹ്യൂമൻ റിസോഴ്സസിന്റെ വികസനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലാൻഡ് റിഫോംസ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഭൂപരിഷ്കരണങ്ങള്. അതായത് പണ്ട് കാലത്ത് കൃഷിയിടങ്ങളില് കർഷകർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, ഇന്റർമീഡിയറീസ് ഉണ്ടായിരുന്നു, സെമിദാരി സിസ്റ്റം ഒക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ വികസനങ്ങളാണ് വരേണ്ടത്, അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. അഗ്രികൾച്ചർ അതായത് ഉൽപാദനക്ഷമത ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ സ്വീകരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം പലതരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി അതാണ് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത്. അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. ഇന്റർമീഡിയറീസിനെ നമ്മൾ അബോളിഷ് ചെയ്യുക, ഒഴിവാക്കുക. ഇന്റർമീഡിയറീസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കർഷകരും അല്ലെ യജമാനന്മാരും തമ്മിൽ ഇടയിൽ പ്രവർത്തിക്കുന്നത്. അവർ കർഷകരെ വളരെ ചൂഷണം ചെയ്തിരുന്നു. പ്രോഫിറ്റ് ഒക്കെ ലഭിച്ചിരുന്നത് ഇവർക്കായിരുന്നു, കർഷകർക്ക് ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇന്റർമീഡിയറീസ് അവിടെ വേണ്ട. നമുക്ക് കർഷകർ തന്നെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പൊ അത് മാറ്റങ്ങൾ വരുത്താണെങ്കിൽ നമുക്ക് കാർഷിക മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാവും. അടുത്തതായിട്ട് പറയുന്നതാണ് പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ടിൽ ഓഫ് ദി സോയിൽ. അതായത് മണ്ണിനെ സംരക്ഷിക്കുക, അതായത് മണ്ണ് ഉഴുതുമറിക്കുന്നതിനുള്ള ഒരു അവകാശം സംരക്ഷിക്കുക. അതായത് കർഷകർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, അവിടെ മാറ്റങ്ങൾ വരുത്തുക, വികസനങ്ങൾ കൊണ്ടുവരിക. എലിമിനേഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൾട്ടിവേറ്റേഴ്സ്. അതായത് കൾട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കർഷകരെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്, ചൂഷണം ചെയ്യുന്നത് നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാതെ കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അവർ ഒരുപാട് ചൂഷണങ്ങൾക്ക് ഇരയാവുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ലാൻഡ് റിഫോം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത്രയും മേഖലകൾ അല്ലെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തണം ലാൻഡ് റിഫോമില്. ഇതൊക്കെ വരുത്തുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടാകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്, പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ടില്ലർ ഓഫ് ദി സോയിൽ,
എലിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കൾട്ടിവേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ലാൻഡ് റിഫോമിൽ പറയുന്നത്. ഭൂപരിഷ്കരണത്തിൽ മെയിൻ ആയിട്ടും പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്താം, ഇന്റർമീഡിയറീസിനെ അബോളിഷ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ മൂന്നാമതായിട്ട് പറഞ്ഞ പോയിന്റ് ആയിരുന്നു അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. അത് നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൈദ്യുതി, ഇറിഗേഷൻ എന്ന് പറഞ്ഞാല് ജലസേചനം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് നമുക്കറിയാം എന്താണ്? ഗതാഗതപരമായിട്ടുള്ള ഫെസിലിറ്റീസ്. ഇതിലൊക്കെ ഡെവലപ്മെന്റ് വരുത്തണം. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. അതായത് വായ്പാ വിതരണം, അഗ്രികൾച്ചറൽ കാർഷികപരമായിട്ടുള്ള വായ്പകൾ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അതായത് ധനപരം ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു അസിസ്റ്റൻസ് നൽകുക. അസിസ്റ്റൻസ് എന്ന സഹായം, ഫിനാൻഷ്യൽ ആയിട്ട് അവർക്ക് അതിലൂടെ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക കർഷകർക്ക്. ഇതാണ് ഇതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ്. മൂന്നാമതായിട്ട് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് വില്ലേജ് റോഡ്, വില്ലേജ് റോഡുകളുടെ കൺസ്ട്രക്ഷൻ ആൻഡ് ഫീഡർ റോഡ്സ് ടു നിയർ ബൈ ഹൈവേസ്. ഫീഡർ റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോക്കറ്റ് റോഡുകൾ. ഓക്കെ, അപ്പോ പോക്കറ്റ് റോഡുകളുടെയും അതുപോലെ തന്നെ ഗ്രാമീണ പാതകളുടെ എല്ലാം നിർമ്മാണങ്ങൾ. ഓക്കെ, അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ, കാർഷിക ഗവേഷണങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ വലിയ വിപുലീകരണം അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റൻഷനും. ഓക്കെ, അപ്പൊ അതിനൊക്കെ ഉൾക്കൊള്ളുന്നതാണ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഡെവലപ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, മാർക്കറ്റിംഗ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. മൂന്നാമതായിട്ട് കൺസ്ട്രക്ഷൻ ഓഫ് വില്ലേജ് റോഡ്, അതുപോലെ തന്നെ ഫീഡർ റോഡ്സ്, അതായത് പോക്കറ്റ് റോഡുകൾ, അതിന്റെയും അതുപോലെ തന്നെ ഗ്രാമീണ പാതകളുടെ എല്ലാം നിർമ്മാണം, പിന്നെ കാർഷിക ഗവേഷണത്തിന്റെയും അതുപോലെ തന്നെ അതിന്റെ എക്സ്റ്റൻഷനും, അതെല്ലാം അതിന്റെയൊക്കെ ഫെസിലിറ്റീസ്, അതായത് സൗകര്യങ്ങൾ അത് ലഭ്യമാക്കുക. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മേഖലയാണ് എന്ത്? ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെ മാറ്റങ്ങൾ, ഇത്രയും വികസനങ്ങൾ നടക്കണം. ഇതാണ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അടിസ്ഥാന സൗകര്യങ്ങൾ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് എന്താ നോക്കാം. അലിഗേഷൻ ഓഫ് പവർട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാം പവർട്ടി എന്ന് പറയുന്ന അവസ്ഥ എന്താണെന്ന്? ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ കൊണ്ടുവരണം. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് തന്നെ പറയുന്നത്. സ്പെഷ്യൽ മെഷേഴ്സ് ഫോർ പവർട്ടി അലിഗേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഒരുപാട് കൊണ്ടുവരിക, പലതരത്തിലുള്ള മെഷേഴ്സ്, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഇംപ്രൂവ്മെന്റ് ഇൻ ദി ലിവിംഗ് കണ്ടീഷൻ ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വീക്കർ സെക്ഷനിലുള്ള ജനങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരും എന്താ പറയാ അപ്പർ ക്ലാസ്സിലുള്ളതായിരിക്കില്ല അല്ലെ. ഒരുപാട് താഴ്ന്ന തരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ താഴ്ന്ന മേഖലയിലും ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ ലിവിംഗ് കണ്ടീഷൻ, അവരുടെ ഒരു ജനജീവിതം ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സും കൂടി നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് റൂറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയാനായിട്ട് സാധിക്കും. ഡെവലപ്പ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുക. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പവർട്ടി കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു? സ്പെഷ്യൽ മെഷേഴ്സ് ഫോർ പവർട്ടി എലിവേഷൻ, ഇംപ്രൂവ്മെന്റ് ഇൻ ദി ലിവിംഗ് കണ്ടീഷൻ ഓഫ് വീക്കർ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷന്റെ വീക്കർ സെക്ഷന്റെ ലിവിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഡെവലപ്പ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, എല്ലാവർക്കും നല്ല രീതിയിലുള്ള എംപ്ലോയ്മെന്റ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഡെവലപ്പ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഗ്രാമങ്ങളൊക്കെ വികസനത്തിലേക്ക് എത്തിക്കും. ഗ്രാമങ്ങളുടെ വികസനം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രാജ്യവും വികസനത്തിലെത്തും, ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറും. ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷനിലെ ജനസംഖ്യയിലെ ദുർബല വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഉൽപാദനപരമായിട്ടുള്ള അതായത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്
സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത് അലിവേഷൻ ഓഫ് പവർട്ടി എന്ന് പറയുന്ന ടോപ്പിക്കിൽ മെയിൻ ആയിട്ടും പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇത്തരം വികസനങ്ങളാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് അലിവേഷൻ ഓഫ് പവർട്ടി എന്ന് പറയുന്ന സെക്ടർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, fuller utilization of resources, enhanced investment in farm areas and non-farm areas. അതായത് ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ കാർഷികവും കാർഷികേതര മേഖലകളും, അതായത് ഫാം ഏരിയാസും നോൺ ഫാം ഏരിയാസിലും പണിയെടുക്കുന്നവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അവ ലഭ്യമാക്കുകയും ചെയ്യണം. ഇതാണ് എന്ത് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, നമ്മളെല്ലാ റിസോഴ്സസും വിഭവങ്ങളും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതുപോലെ തന്നെ ഫാം ഏരിയാസ് ആൻഡ് നോൺ ഫാം ഏരിയാസ്, കാർഷികേതര മേഖലകളിലെ പണിയെടുക്കുന്നവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ പലതരത്തിലുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അവ ലഭ്യമാക്കുകയും ചെയ്യണം. ഇതാണ് എന്ത് ഈ ഒരു ടോപ്പിക്കിൽ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. എൻഹാൻസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫാം ഏരിയാസ് ആൻഡ് നോൺ ഫാം ഏരിയാസ്. ഓക്കെ, ഇതാണ് എന്റെ ഡെവലപ്മെന്റ് ഓഫ് പ്രൊഡക്റ്റീവ് റിസോഴ്സസിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞത് എന്തായിരുന്നു? കീ ഇഷ്യൂസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആയിരുന്നു. ഏതൊക്കെ മേഖലകളിലാണ് നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ്, എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അല്ലെ. നമ്മള് ലാൻഡ് റിഫോംസ് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഡെവലപ്മെന്റ്സ് പറഞ്ഞു, അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, ലിറ്ററസിയും ഹെൽത്തും ഒക്കെ നമ്മൾ പറഞ്ഞു. അവിടെയൊക്കെ മാറ്റങ്ങൾ വികസനങ്ങൾ വരണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞു അല്ല. അപ്പൊ ഇവിടെയൊക്കെ മാറ്റങ്ങൾ വന്നാൽ മാത്രമാണ് ഇത് നമ്മുടെ ഗ്രാമവികസനം എത്തിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഒരുപാട് സാനിറ്ററി, നമ്മുടെ ശുചിത്വപരമായിട്ടൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഗ്രാമങ്ങളിൽ വരാനായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് റൂറൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. റൂറൽ ക്രെഡിറ്റ് മീൻസ് provision of loans, especially in production for agriculture and non-agricultural sectors. അതായത് റൂറൽ ക്രെഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, എസ്പെഷ്യലി പ്രൊഡക്ഷൻ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഉൽപാദനത്തിനും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചർ സെക്ടേഴ്സിലുള്ള ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള അവർക്ക് കൂടുതൽ നമ്മൾ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോണുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അത് എവിടെ? ഗ്രാമങ്ങളിൽ. ഓക്കെ, അതാണ് എനിക്ക് പറയുന്നത് റൂറൽ ക്രെഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Credit facilities in the rural areas have contributed a large increase in agricultural productivity and employment facilities in non-agricultural sector. അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, നമ്മൾ ഇവർക്ക് ഇങ്ങനെ വായ്പ കൊടുക്കലോ അല്ലെങ്കിൽ നമ്മൾ ഇവർക്ക് പൈസ കൊടുക്കുന്നതിനെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക, ഇത് വഴിയായിട്ട് ഒരുപാട് ഇംപ്രൂവ്മെന്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റിയിലും അതുപോലെ തന്നെ നോൺ അഗ്രികൾച്ചർ സെക്ടർ, അതായത് കാർഷികേതര മേഖലകളിലെ എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസും നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട്, കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് റൂറൽ ക്രെഡിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൂറൽ ക്രെഡിറ്റ് ടീച്ചറോട് പറഞ്ഞുതരാം. റൂറൽ ക്രെഡിറ്റ് മീൻസ് പ്രൊവിഷൻ ഓഫ് ലോൺസ്, എസ്പെഷ്യലി അതായത് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റിവെക്കുക. എന്തിന്? ലോണൊക്കെ ആയിട്ട്. എന്ത്? എസ്പെഷ്യലി ഇൻ പ്രൊഡക്ഷൻ ഫോർ agriculture and non-agricultural sectors. Credit facilities in the rural areas have contributed large increase. ഒരുപാട് ഇൻക്രീസ്മെന്റ്, അതായത് ഒരുപാട് കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് ഫെസിലിറ്റീസ് ഇൻ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. ഇതാണ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, അപ്പൊ അതുവഴിയായിട്ട് ഗ്രാമീണ വികസനം നടപ്പിലാക്കും. ഓക്കെ, ഇതാണ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റൂറൽ ക്രെഡിറ്റിന് നമുക്ക് പ്രധാനമായിട്ടും അതിന്റെ ഒരു ഉറവിടം, റൂറൽ ക്രെഡിറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഉറവിടങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഏതൊക്കെയാണ് രണ്ട് തരം റൂറൽ ക്രെഡിറ്റിന്റെ ടു ടൈപ്സ്, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ടു ടൈപ്സ് ആണ്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ഥാപനങ്ങൾ എന്നല്ലേ. അപ്പോ സ്ഥാപനങ്ങളിലൂടെ അല്ലാത്ത എന്താണ് ഉറവിടങ്ങളും സ്ഥാപനങ്ങൾ വഴിയായിട്ട് കൊടുക്കുന്ന അസിസ്റ്റൻസ് അല്ലെങ്കിൽ റൂറൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ പറഞ്ഞു അല്ലേ, രണ്ട് തരത്തിലുള്ള റൂറൽ ക്രെഡിറ്റിന്റെ രണ്ട് സോഴ്സസ് ആണ് എന്ത്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സസും ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസും. ഇപ്പൊ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. These are the traditional sources of agricultural credit in India. They include money lender relatives, traders, commission agents and landlords. നമുക്ക് അറിയുന്നതാണ് അല്ലേ, അതായത് ട്രഡീഷണൽ ആയിട്ട്, അതായത് പണ്ടുകാലത്തെ തുടങ്ങിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു റൂറൽ ക്രെഡിറ്റിന്റെ വകഭേദമാണ് ഇത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഏജന്റുകൾ ഉണ്ടാവും അല്ലെ, നമുക്ക് പൈസ വായ്പ തരാനായിട്ട്. അതുപോലെ ലാൻഡ് ലോഡ്സ്, അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ്, ഇവരൊക്കെയാണ് എന്ത്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സസ്. അതായത് വ്യക്തികളാണ് നമുക്ക് ഇവരൊക്കെ വ്യക്തികളാണ് അല്ലെ. അപ്പോൾ ഒരു സ്ഥാപനം വഴി നമുക്ക് നൽകുന്നതല്ല, ഇവർ ഓരോ വ്യക്തികൾ നമുക്ക് വായ്പയായിട്ട് തരുന്നതാണ്. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ട് പണ്ട് കാലങ്ങളിലെ നിലനിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു റൂറൽ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് നൽകുന്ന ഒരു റൂറൽ അല്ലെങ്കിൽ ഗ്രാമീണ വികസനത്തിന് വേണ്ടി നൽകുന്ന ഒരു രീതിയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? They are cooperative credit, land development banks, commercial banks, regional rural banks, government and national bank for agricultural and rural development and also self-help groups. ഇത് സ്ഥാപനങ്ങളായിരിക്കാം, പലതരത്തിലുള്ള ബാങ്കുകൾ. കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാം, ഡെവലപ്മെന്റ് ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. അത് ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്ക്സ് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല ഗ്രാമപ്രദേശങ്ങളിലുമാണ് റൂറൽ ബാങ്കുകൾ അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം നബാർഡ് അത് നമ്മള് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ നോക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ്. ഈ സ്ഥാപനങ്ങൾ വഴിയായിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ലോണുകളോ അങ്ങനത്തെ തരത്തിലുള്ളതൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തികൾ വഴിയായിട്ട്. ട്രഡീഷണൽ സോഴ്സ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആണ് എന്ന് പറയുന്നത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയില്ലേ? റൂറൽ ക്രെഡിറ്റിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസും ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സസും. നമുക്ക് അടുത്ത ടോപ്പിക് എന്താണെന്ന് നോക്കാം. ഓക്കെ, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മുടെ പല പ്രദേശങ്ങളിലും, നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഗ്രാമീണ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ് ഇവ അല്ലെ. അപ്പൊ നിങ്ങളുടെ സ്ഥലങ്ങളിലായാലും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണെന്ന് നമുക്ക് നോക്കാം. These societies advance credit to the farmers at a reasonable rate of interest. അതായത് വളരെ പലിശ നിരക്കിൽ, വളരെ റീസണബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് അടച്ചു തീർക്കാനായിട്ട് പറ്റുന്ന വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഫാമേഴ്സിന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സൊസൈറ്റി അല്ലെങ്കിൽ ബാങ്കുകളാണ് ഇത് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ദീസ് കോൺട്രിബ്യൂട്ട് നിയർലി 30% ഓഫ് ദി റൂറൽ ക്രെഡിറ്റ്. അതായത് 30% റൂറൽ ക്രെഡിറ്റ് എന്താ പറയുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടും ഇവരുടെ എയിംസ് എന്ന് പറയുന്നത് ടു ഫ്രീ ദ ഫാമേഴ്സ് ഫ്രം ദി ക്ലച്ചസ് ഓഫ് മണി ലെൻഡേഴ്സ്. അതായത് മണി ലെൻഡേഴ്സിന്റെ പിടിയിൽ നിന്നും ഫാമേഴ്സിനെ ഫ്രീ ആക്കാം. അതായത് കൂടുതൽ പലിശ കൊടുത്തു അല്ലെങ്കിൽ അവരുടെ ചൂഷണത്തിൽ നിന്നെല്ലാം ഫാമേഴ്സിനെ വിടിവിക്കുക. അതാണ് എന്ത് ഫസ്റ്റത്തെ ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സെക്കൻഡ് വന്നാൽ ടു അഡ്വാൻസ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓൾ ഓവർ ദ കൺട്രി. അതായത് ചെറിയൊരു ഗ്രാമപ്രദേശം മാത്രമല്ല, നമ്മുടെ രാജ്യം മൊത്തം ഉള്ള എന്താ പറയുക ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഈ സ്ഥലത്ത് നമുക്കിപ്പോ എവിടെ ചെന്നാലും നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതല്ല. ഓക്കെ, ഓൺ ചെയ്യുന്നത്, ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ഓവർ ദ കൺട്രി ഇവർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. ടു സ്പ്രെഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഓൾ ഓവർ ദ കൺട്രി. അതായത് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഫാമേഴ്സിന് റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവർ ലോൺസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻഷുർ ടൈംലി ആൻഡ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു ദ റൂറൽ ഏരിയസ്. വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫ്ലോ ഉണ്ട് ഇവർക്ക്. അതായത് വളരെ ടൈമിലായിട്ട്, അതായത് കൃത്യസമയങ്ങളിലും കാര്യങ്ങളും എല്ലാം ഇവര് ക്രെഡിറ്റും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. എവിടെ? റൂറൽ ഏരിയസ്, ഗ്രാമീണ മേഖലകളിൽ. അപ്പൊ ഗ്രാമീണ മേഖലകളുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് എന്താണെന്ന്. ഇനി നമുക്ക് അടുത്തത് ഏത് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. Okay, land development bank provide long-term credit against mortgage of land.
ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആർ, അതായത് ഇവർ മെയിൻ ആയിട്ടും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടേം ആയിട്ടുള്ള ക്രെഡിറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ലാൻഡ് ഒന്നും പണയം വെക്കാതെ, മോർട്ടേജ് എന്ന് പറയുന്നത് ജാമ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെ വെക്കാതെ അതിനെതിരായിട്ട് വളരെ ലോങ് ടേം ആയിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഏത് മേഖല അല്ലെങ്കിൽ ഏത് ബാങ്കാണ്? ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്. നമ്മൾ അതായത് ലാൻഡ് ഈട് വെക്കാതെ അതിനായിട്ട് അതായത് ഈ ലാൻഡുകൾ നമ്മൾ സ്ഥലങ്ങൾ നമ്മൾ ഈട് വെക്കുന്നതിനെതിരായിട്ട് അതിനായിട്ട് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ്, അതായത് ദീർഘനാളത്തേക്കുള്ള ഒരു ക്രെഡിറ്റ് ആണ് അല്ലെങ്കിൽ വായ്പയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ പർച്ചേസിങ് അഗ്രികൾച്ചറൽ ഇൻപുട്ടുകൾ, അതായത് അഗ്രികൾച്ചർ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും വാങ്ങിക്കാനോ ഒക്കെ വേണ്ടി, അതായത് കൺസ്ട്രക്ടിങ് പെർമനന്റ് സ്ട്രക്ചർ ഓഫ് ലാൻഡ്, നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഭൂമിയോ എന്തെങ്കിലും വാങ്ങിക്കുന്നതിനോ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനോ അതിന് നിസ്സാര കാശ് പോരല്ലോ നമുക്ക്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇവര് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധമൊക്കെ അറിയായിരിക്കും അല്ലേ? പലതരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മുടെ കേരളത്തിലുണ്ട്. ആഫ്റ്റർ നാഷണലൈസേഷൻ ഇൻ 1969 and 1980, commercial bank plays a major role in advancing credit. അതായത് 1969-ലെയും 1980-ലെയും ഒരു നാഷണലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒരു ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് വഹിക്കുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഹെൽപ്പ് ദ ഫാമേഴ്സ് ഓഫ് റൂറൽ ഏരിയ, നേരിട്ട് നമ്മുടെ റൂറൽ ഏരിയാസിലുള്ള ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. ടു പ്രൊവൈഡ് അസിസ്റ്റൻസ് ടു സെക്യൂർ സ്മോൾ മീഡിയം ആൻഡ് ലോങ് ടേം ലോൺ, അതായത് ഏത് തരത്തിലുള്ള ലോൺസ് ആണെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യും. അതിനുവേണ്ടിയുള്ള അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യും. എന്ത് സ്മോൾ ആയിക്കോട്ടെ, മീഡിയം ആൻഡ് ലോങ് ടേം ലോൺ ആയിക്കോട്ടെ. ടു ഹെൽപ്പ് ഫാമേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് നോക്കിയാലോ? നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. SBI, അതുപോലെ ആക്സിസ് ബാങ്ക്സ്, IDBI ബാങ്ക്, ഹിന്ദുസ്ഥാൻ ബാങ്ക്, കോട്ടക് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ICICI ബാങ്ക്, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ നമ്മുടെ ഇന്ത്യയിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബാങ്കുകളായാലും നമുക്ക് ഡയറക്ട്ലി ഫാമേഴ്സിനെ റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ലോണുകളും കാര്യങ്ങളും വായ്പകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോങ് ടേം ആയിക്കോട്ടെ, സ്മോൾ ടേം ആയിക്കോട്ടെ, മീഡിയം ടേം ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ലോണുകൾ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് റൂറൽ ഏരിയാസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, റീജിയണൽ റൂറൽ ബാങ്ക്സ്. എന്തായിരിക്കാം റീജിയണൽ റൂറൽ ബാങ്ക്സ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഇങ്ങനെ റോഡ് ബസ്സിലൊക്കെ പോകുമ്പോൾ റൂറൽ ബാങ്കുകൾ, ടീച്ചറുടെ വീടിന്റെ അടുത്ത് തന്നെയുണ്ട് റൂറൽ ബാങ്ക്. ടീച്ചർ ആലോചിക്കാറുണ്ട് എന്തിനാണ് റൂറൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത്? വേറെ ഒരുപാട് ബാങ്കുകൾ ഉണ്ടല്ലേ, നമ്മുടെ ഫെഡറൽ ബാങ്ക് ഉണ്ട്, SBI ഉണ്ട്, SIB ഉണ്ട്, വേറെ ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പൊ എന്തിനായിരിക്കും റൂറൽ ബാങ്കുകൾ? അപ്പൊ എന്തിനാന്ന് നമുക്ക് നോക്കിയാൽ എന്തായിരിക്കാം ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്ന്? Regional rural banks have been set up to fill the gap in the credit structure in rural areas. റൂറൽ അതായത് ഗ്രാമീണ മേഖലകളിലെ ക്രെഡിറ്റിന്റെ സ്ട്രക്ചർ, അതായത് ഈ വായ്പാ വിതരണത്തിന്റെ ഘടനയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. റൂറൽ ഇതും മെയിനായിട്ട് എന്താണ്, റൂറൽ ഏരിയസ് ഗ്രാമീണ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ്. To open branches in those areas where there is no banking facilities available. അതായത് ബാങ്കിങ് ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ ആവാത്ത ഏരിയാസിലൊക്കെയാണ് ഇവർ മെയിനായിട്ട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നത്. To provide credit facility to small and marginal farmers. അതായത് സ്മോൾ ആയിട്ടുള്ള ഫാമേഴ്സിനൊക്കെ ഇവര് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഓപ്പൺ ബ്രാഞ്ചസ്,
in those areas where there is no banking facilities available. Banking facilities അവൈലബിൾ, അതായത് ലഭ്യതക്കുറവുള്ള സ്ഥലങ്ങളിൽ ഇവര് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്ത് അവിടുത്തെ റൂറലിലുള്ള ജനങ്ങളെ ഹെൽപ്പ് ചെയ്യും, ഫെസിലിറ്റി ക്രെഡിറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് set up to fill in the gap in the credit structure in rural areas. ഓക്കെ, അപ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക് നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ബാങ്കുകളെ കുറിച്ച് നമ്മള് പഠിച്ചു അല്ലെ? വാണിജ്യ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പറഞ്ഞു, ഈ റീജിയണൽ റൂറൽ ബാങ്ക്സ് പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ പറഞ്ഞു, ഗ്രാമീൺ ബാങ്കുകൾ പറഞ്ഞു, കോപ്പറേറ്റീവ് ബാങ്കുകൾ പറഞ്ഞു, ഇല്ലേ? ഇത്തരത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മളെ പരിചയപ്പെട്ടു. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ഗ്രാമീണ വികസനം, അല്ലെങ്കിൽ എന്താ പറയാ, ഗ്രാമീണ ബാങ്കുകളുടെ ഇന്നത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എല്ലാം ഉൾപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവര് മെയിൻ ആയിട്ട് വളരെ ചെറിയൊരു നിരക്കിലാണ് വായ്പ നൽകാൻ, അല്ലെങ്കിൽ ക്രെഡിറ്റ് നൽകാനായിട്ട് ഇവർക്ക് കഴിയും. ആ ഒരു രീതിയിൽ കൊടുത്താൽ മാത്രമാണ് കർഷകര് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ നിരക്കില് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന മറ്റൊന്നാണ്, ഒരുപാട് ഇത് ചെറിയ ചെറിയ നമ്മളെ ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ജനങ്ങൾക്ക് അത് തിരിച്ചടയ്ക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ചിലപ്പോ. അതുപോലെ തന്നെ ഒരുപാട് പാളിച്ചകള് ഇങ്ങനത്തെ സംവിധാനങ്ങൾ വരുമ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ടീച്ചർ ഈ പറഞ്ഞതിന് ഡെവലപ്മെന്റിൽ വരുന്ന മറ്റൊരു ബാങ്കാണ് ഇത് പറയുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഇതും ഈ ഗ്രാമീണ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ വരുന്നതാണ്. അതിന് ഷോർട്ടാക്കി പറയുന്നതാണ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നബാർഡ്? ചിലപ്പോ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കും, നബാർഡിന്റെ ഫുൾ ഫോം ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നബാർഡിന്റെ ഫുൾ ഫോം? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, നബാർഡ്. അപ്പൊ ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. The committee formed under the chairmanship of Shri B. Shivaraman, former member of Planning Commission. Okay, അപ്പോൾ ഈ കമ്മിറ്റി ഫോം ചെയ്തത് ആരുടെ കീഴിലാണ്? ശിവരാമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിലാണ്. ആളൊരു ഫോമർ മെമ്പർ, എവിടുത്തെ പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ഫോമർ, അതായത് ആദ്യത്തെ ഒരു മെമ്പർ ആയിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ കമ്മിറ്റി ഫോം ചെയ്തത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ in 1979 recommended the need for a new organizational device for providing undivided attention, forceful direction, and pointed focus on credit-related issues linked with the rural development. എന്താണ് പറയുന്നത്? അതായത് ഈ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് കൂടുതൽ അറ്റൻഷൻ, കൂടുതൽ ശ്രദ്ധ ഇവരിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ കൂടുതലായിട്ട് ക്രെഡിറ്റ് ഫെസിലിറ്റീസിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനും കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും റൂറൽ ഡെവലപ്മെന്റ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം, ക്രെഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് നബാർഡ് എന്ന് പറയുന്നത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വാസ് അപ്രൂവ്ഡ് ബൈ ദി പാർലമെന്റ്. പാർലമെന്റ് അപ്രൂവ് ചെയ്തതാണ് ത്രൂ ആക്ട് 61 ഓഫ് 1981 കൺസിഡറിംഗ് ദ റെക്കമെൻഡേഷൻസ്. അതായത് ആക്ട് 61 പ്രകാരം, 1981 ആക്ട് 61 പ്രകാരം പാർലമെന്റ് അപ്രൂവ് ചെയ്ത പാസ്സാക്കിയ ഒരു ഇതാണ് നബാർഡ് എന്ന് പറയുന്നത്. മെയിനായിട്ടും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ റൂറൽ ഏരിയാസിലുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നതിനും ക്രെഡിറ്റ് ഫെസിലിറ്റീസിന്റെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനും എല്ലാ ഗ്രാമീണ ബാങ്കുകളെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമം സ്ഥാപിതമായിട്ടുള്ളതാണ് എന്ന് പറയുന്നത് നമ്മുടെ നബാർഡ്. ഓക്കെ, ഇനി ഇതിന് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്തിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ടീച്ചറോട് കാണിച്ചു തരാം. നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ചിത്രമാണ് കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ലോഗോയാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ടീച്ചർ ആഡ് ചെയ്തതാണ്. നബാർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ലോഗോയും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ചിത്രമാണ് ടീച്ചർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നബാർഡ് ഡിസ്ചാർജ് ഇറ്റ്സ് ഡ്യൂട്ടി ബൈ അണ്ടർടേക്കിംഗ് ദി ഫോളോവിംഗ് റോൾ. ഇവിടെ കുറച്ച് അവരുടെ റോളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ചല്ല. ഓക്കെ, സെർവ് ആസ് ആൻ എപെക്സ് ഫിനാൻസിംഗ് ഏജൻസി
for promoting the various developmental activities in rural areas. റൂറൽ ഏരിയാസിലെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസിങ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കണം. ഫോർ പ്രൊമോട്ടിംഗ് ദ വേരിയസ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്. റൂറൽ അതായത് ഗ്രാമീണ മേഖലകളിലെ എല്ലാ ഡെവലപ്മെന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വളരെ വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻസിങ് ഏജൻസി ആണ് ഇതെന്ന് പറയുന്നത് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, takes measures towards institution building, monitoring, formulation of rehabilitation schemes, restructuring of credit institutions, training of personnel, etc. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കാം. എന്തിനു വേണ്ടി? ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങിനോ അതുപോലെ തന്നെ മോണിറ്ററിങ്, പിന്നെ ഫോർമുലേഷൻ ഓഫ് റീഹാബിലിറ്റേഷൻ സ്കീംസ്. റീഹാബിലിറ്റേഷൻ സ്കീംസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള സ്കീമുകൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിനോ അതുപോലെ തന്നെ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റീസ്ട്രക്ചറിങ് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതിനോ ഇതിനെ കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നതിനോ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നടപടികൾ സ്വീകരിക്കുക. Coordinate the rural financing activities of all institutions engaged in developmental work at the field level. അതായത് ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോർഡിനേറ്റ് ചെയ്യുക. എല്ലാ റൂറൽ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അതിനെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നബാർഡിന്റെ ഒരു ചുമതലയാണ്, റോളാണ്. എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെന്റ് വർക്ക് അറ്റ് ദി ഫീൽഡ് ലെവൽ. നബാർഡ് മെയിൻറ്റെയിൻസ് റിലേഷൻ വിത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, state governments, RBI and other national level institutions concerned with the policy formulation. അതായത് നബാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, RBI, അതായത് ഇവരൊക്കെ ആയിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ്, RBI, അതർ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിട്ട് നല്ലൊരു ബന്ധം നബാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരൊക്കെ ആയിട്ട് നല്ലൊരു ടൈപ്പ് ഉണ്ട് നബാർഡിന്. ഓക്കെ, it refinances the financial institutions which finance the rural sector. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എന്തെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റീഫിനാൻസ് ചെയ്യും. അതുപോലെ തന്നെ റൂറൽ സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നബാർഡ് ചെയ്തു കൊടുക്കും. ഇറ്റ് ഓൾസോ കീപ്സ് എ ചെക്ക് ഓൺ ഇറ്റ്സ് ക്ലയന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ക്ലയന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടില് ചെക്ക് ചെയ്യുന്ന പരിശോധന നടത്തുന്ന ഒരു റോളും എന്തായാലും അതിന് കീഴിലുള്ള സ്ഥാപനങ്ങളില് ഇതിന് പരിശോധനകളെല്ലാം നടത്തുന്നതിനുള്ള അവകാശം ഇവർക്കുണ്ട്. It regulates the institutions which provide financial help to the rural economy. ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നിയന്ത്രിക്കുന്നതിനുള്ള, അതായത് ഇതിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ചുമതല, ഒരു അധികാരം ആർക്കുണ്ട്? നബാർഡിനുണ്ട് കേട്ടോ. വിച്ച് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു ദി റൂറൽ ഇക്കോണമി. റൂറൽ ഇക്കോണമിയിൽ ഗ്രാമീണ മേഖലയിൽ ഹെൽപ്പ് ചെയ്യുന്ന, ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു റോള് അല്ലെങ്കിൽ ഒരു അധികാരം നബാർഡിന് ഉണ്ട്. It provides training facilities to the institutions working in the field of rural uplifting. അതായത് ഗ്രാമീണ വികസനം, അപ്ലിഫ്റ്റിംഗ് അങ്ങനെ എന്താ പറയുക, കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട ട്രെയിനിങ്ങുകൾ കാര്യങ്ങളെല്ലാം ഇതിന് പ്രൊവൈഡ് ചെയ്യും. It regulates the cooperative banks and the RRBs. അതായത് ഇതിനെ നിയന്ത്രിക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകളെയും അതുപോലെ തന്നെ മറ്റ് ഇതര ഫിനാൻഷ്യൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അവകാശം കൂടി ആർക്കുണ്ട്? നബാർഡിനുണ്ട്. അപ്പോൾ എല്ലാ ബാങ്കുകളെയും എല്ലാം ഏകോപിപ്പിക്കുകയും റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് എന്ത്? നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ടീച്ചർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.